എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ജോയിനെയും അതേപോലെ തന്നെ ആ ഗാർഡനറിനെയും കാണിച്ചുകൊണ്ടാണ്. അവിടെയാണെങ്കിൽ ആ ഗാർഡനർ നമ്മളെ ജോയിനെ ഇപ്പോൾ തട്ടിക്കൊണ്ട് വന്നേക്കുമല്ലേ. അവനാണെങ്കിൽ ഓരോരോ മന്ത്രങ്ങളൊക്കെ ഇങ്ങനെ ചൊല്ലിയിട്ട് നമ്മുടെ ജോയിയുടെ ഡ്രസ്സ് ഊരാനായിട്ട് വരും. വേഗം തന്നെ നമ്മുടെ ജോയ് അങ്ങ് കണ്ണു തുറക്കും. എന്നിട്ട് അവൾ പറയും, എനിക്കറിയാമായിരുന്നു നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. അപ്പം നമ്മുടെ ഗാർഡനർ ഒന്ന് ഷോക്കാകും. ജോ പറയും, സത്യം പറഞ്ഞാൽ ഇത്രയും നേരം ഞാൻ ബോധം കെട്ടി കിടക്കുകയൊന്നും അല്ലായിരുന്നു, ഞാൻ അഭിനയിക്കുകയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്നെ തട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട്. ഇത് കേൾക്കുന്നത് നമ്മുടെ ഗാർഡനറിനൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ നമ്മുടെ ജോ പറയും, ആ അപ്പൂപ്പൻ എൻ്റെ അടുത്ത് എല്ലാ സത്യവും പറഞ്ഞായിരുന്നു, അയാൾ എനിക്ക് തന്ന ജ്യൂസിൽ മയക്കുമരുന്നുണ്ട് എന്ന്. ഞാൻ അത് പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് അത് കുടിച്ച് നിൻ്റെ കൂടെ വന്നത്. എന്നാൽ മാത്രമല്ലേ നിന്നെ പിടികൂടാൻ പറ്റത്തുള്ളൂ. നീ ഇപ്പോൾ ഒളിച്ചല്ലേ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ജോയാണെങ്കിൽ ഷിന്നുവിന് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് അവൾ എവിടെയാണ് പോകുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ഷിന്നു ഇപ്പോൾ ഇവിടെ വരുമെന്ന് നമ്മുടെ ജോയാണെങ്കിൽ ഗാർഡനറിന് പറയും. ഇത് കേൾക്കുന്ന ഗാർഡനർ പറയും, ഓ എന്തൊക്കെയായിരുന്നാലും കുഴപ്പമില്ല, നീ ആണെങ്കിൽ ഞാൻ തരുന്ന ഡ്രസ്സ് ഇട്ടേ വരത്തുള്ളൂ. ഇത് വെഡ്ഡിങ് ഡ്രസ്സാണ്, നമ്മുടെ കല്യാണം നടക്കാൻ പോവുക. ഇത് കേൾക്കുന്നേയും നമ്മുടെ ജോയ്ക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ ഈ ഗാർഡനർ പറയും, എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും മരിക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ജന്മത്തിൽ വീണ്ടും കണ്ടുമുട്ടും. അപ്പോൾ നീ എൻ്റേത് മാത്രമേ ആവത്തുള്ളൂ എന്ന് നമ്മളുടെ ഈ ഗാർഡനർ പറയും. ഇത് കേൾക്കുന്നതും ജോ വിചാരിക്കും ഇങ്ങേർക്ക് വട്ടാണ് എന്ന്. അപ്പോൾ അവൾ പറയും, ഓക്കെ ഞാൻ ഈ ഡ്രസ്സ് മാറ്റാം, പക്ഷേ എനിക്ക് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രൈവസി വേണം. ഇത് കേൾക്കുന്നേ ഗാർഡനർ ചോദിക്കും, നീ എന്താ എന്നെ പൊട്ടനായിട്ടാണോ വിചാരിച്ചേക്കുന്നത്? നീ എൻ്റെ മുമ്പിൽ നിന്ന് ഡ്രസ്സ് മാറിയാൽ മതി, അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കാൻ പോവുമല്ലേ. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോയ് ആണെങ്കിൽ ആ ഗാർഡനർക്ക് പറയും, എനിക്കിത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടെ ഇരുന്ന് കുറച്ച് മണ്ണുണ്ടായിരുന്നു, അത് വാരി ഇവൻ്റെ കണ്ണിലായിട്ട് എറിഞ്ഞു കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കും. അതേസമയം തന്നെ നമ്മുടെ ഷിന്നു ആണെങ്കിൽ ആൾക്കാരുമായിട്ട്, അതായത് പോലീസുകാരൊക്കെ ആയിട്ട് ആ സ്ഥലത്തോട്ട് വരുമായിരുന്നു, അതായത് ആ കാട്ടിലായിട്ട്. അവസാനം നമ്മുടെ ജോയിനെ കാണിക്കും, അവളിങ്ങനെ കാട്ടിക്കൂടി ഓടുക. പുറകെ തന്നെ നമ്മുടെ ഈ ഗാർഡനറും ഉണ്ട്. ജോ ആണെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവസാനം ഒരു മരത്തിൻ്റെ പുറകിലായിട്ടൊരു കമ്പും പിടിച്ച് ഒളിച്ചിരിക്കും. എന്നിട്ട് ഈ ഗാർഡനർ വരുന്നതും അവൻ്റെ തലക്കായിട്ട് എടുത്ത് അടിക്കാനായിട്ട് ഒരുങ്ങും. ഇവൾ ഒരടി അടിക്കും. രണ്ടാമത് അടി അടിക്കാനായിട്ട് വരുന്നതും ഈ ഗാർഡനർ ആണെങ്കിൽ ഇവളുടെ ആ കമ്പിക്കരങ്ങ് പിടിക്കും. എന്നിട്ട് രണ്ടുപേർക്കിടയിൽ പിടിയും വലിയവാകും. അതേസമയം തന്നെ നമ്മുടെ ഷിന്നു ഉണ്ടല്ലോ, അവൻ പോലീസുകാരുമായിട്ട് ആ ഗുഹയിൽ എത്തിയായിരുന്നു. എന്നാൽ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പോലീസുകാർ പറയും, അവരിവിടെ നിന്ന് രക്ഷപ്പെട്ടെന്നാ തോന്നേ എന്ന്. അങ്ങനെ അവരവിടെ എല്ലാം നോക്കും. അതേപോലെ തന്നെ നമ്മുടെ ആ ഗാർഡനർ ജോയുമായിട്ട് നല്ലതുപോലെ പിടിയും വലിയും വന്ന് അവസാനം ഇവക്കിട്ട് അവനൊരടി അങ്ങ് കൊടുക്കും. നമ്മുടെ ജോ ബോധം കെട്ട് വീഴും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി സമയമാണ്. അവിടെയാണെങ്കിൽ ഈ ഗാർഡനർ ഇവളെ കൊണ്ട് ഒന്ന് കെട്ടിയിട്ടേക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജോയ്ക്ക് ബോധം വരും. അപ്പോൾ ഈ ഗാർഡനർ പറയും, കണ്ടില്ലേ പൂർണ്ണചന്ദ്രനാണ്, ഇതാണ് കറക്റ്റ് സമയം, ഈ സമയത്ത് നമ്മളിപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ നമ്മൾ ഒരുമിച്ചേ ഉണ്ടാവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ പൂജയൊക്കെ ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തും. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കാട്ടിലായിട്ട് നമ്മുടെ ഷിന്നു ഉണ്ടായിരുന്നു, അവനാണെങ്കിൽ ജോയിനെ തേടിക്കൊണ്ടിരിക്കുവാണ്. അവിടെ ഈ ഗാർഡനർ ആണെങ്കിൽ നമ്മുടെ ജോയിയുടെയും അതേപോലെ തന്നെ ഇവൻ്റെ കയ്യിലുമായിട്ട് കണക്ട് ചെയ്ത് ഒരു റെഡ് കളറിലെ ത്രെഡ് കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഗാർഡനർ വന്നിട്ട് പറയും, നീ വേഗം തന്നെ മരിക്കണം, നീ മരിച്ചു കഴിഞ്ഞാൽ തൊട്ട് പറവേ തന്നെ ഞാനും മരിക്കുമെന്ന്. അങ്ങനെ അവനാണെങ്കിൽ നമ്മുടെ ജോയ്ക്ക് ഒരു കുപ്പിക്കകത്തുള്ള വിഷം എടുത്ത് വായിക്കകത്ത് ഒഴിച്ചു കൊടുക്കും. അവൾ മാക്സിമം തടയാൻ നോക്കും, എന്നാൽ അതൊന്നും പറ്റത്തില്ല. നമ്മുടെ ജോയ്ക്കാണെങ്കിൽ ലാസ്റ്റ് മൊമെന്റിൽ ഷിന്നുവിനെ പറ്റിയുള്ള ഓർമ്മയെ വരുന്ന അവളാണെങ്കിൽ അവൻ്റെ കൂടെ ചെലവഴിച്ച എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഓർക്കും. അതേ സമയം തന്നെ അവിടെയായിട്ട് നമ്മുടെ ഷിന്നു വരും. ഇത് കാണുന്ന ആ ഗാർഡനർ അവൻ്റെ കയ്യിലുള്ള ആ ത്രെഡില്ലേ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അത് കട്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു റിച്വൽ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അവൻ അങ്ങനെ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിന്നു വന്ന് ഇവനെ പിടിച്ചിട്ട് പോലീസിനെ ഏൽപ്പിക്കും. ഷിന്നു വേഗം വന്ന് നമ്മുടെ ജോയിനെ എഴുന്നേൽപ്പിക്കാൻ നോക്കും. എന്നാൽ അവൾക്ക് അനക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഷിന്നു അത് കാണുന്നേ ഭയങ്കരമായിട്ട് തകർന്നു പോകും. അവൻ ഭയങ്കരമായിട്ട് നിലവിളിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവള് നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ അവളുടെ അവസ്ഥ ഭയങ്കര മോശമായിരുന്നു. ഷിന്നുവിൻ്റെ അവസ്ഥയും ഭയങ്കര മോശമാണ്. അതേപോലെ തന്നെ നമ്മുടെ ആ ഗാർഡനറിനെ കാണിക്കും. അവനെയാണെങ്കിൽ ഇപ്പോൾ പോലീസുകാർക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമായിരുന്നു. പോലീസുകാർ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വൈഫിനെ കൊന്നത് എന്ന്. അപ്പോൾ അയാൾ പറയും, എൻ്റെ വൈഫ് അത്ര നല്ല ലേഡിയൊന്നും അല്ലായിരുന്നു, അവൾക്ക് വേറൊരാളുമായിട്ട് അഫെയർ ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ പോലീസുകാർ ചോദിക്കും, നമ്മുടെ ജോയിനെ നീ കൊല്ലാനുള്ള കാര്യവും ഇതേ റീസൺ ആണോ? അപ്പോൾ ഈ ഗാർഡനർ പറയും, ഞാൻ എന്തിനാ അവളെ അതിൻ്റെ പേരിൽ കൊല്ലുന്നേ, ഞാനും അവളും കല്യാണം കഴിക്കാൻ പോകുമായിരുന്നു, എന്തായിരുന്നാലും അവളിപ്പോൾ മരിച്ചു കാണുമല്ലോ, അവളുടെ അവസ്ഥ അത്രയ്ക്കും ക്രിട്ടിക്കലായി കാണുമെന്ന് പറഞ്ഞിട്ട് ഈ ഗാർഡനർ ആണെങ്കിൽ ഭയങ്കരമായിട്ട് കിടന്ന് ചിരിക്കും. അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ കാണിക്കും. ഇപ്പം നമ്മുടെ ജോയിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, അവൾക്കാണെങ്കിൽ ഇപ്പോൾ ബോധം വീണിട്ടുണ്ട്. ഇത് കാണുന്നേ നമ്മുടെ ഷിന്നുവിന് ഭയങ്കര സമാധാനമാവും. ഷിന്നു പറയും, ഒരു നിമിഷത്തേക്ക് ഞാൻ ചത്തുപോയതുപോലെ ആയി എന്ന്. അതേപോലെ തന്നെ നമ്മുടെ ജോയിനെ കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് നമ്മുടെ ഷിന്നു
ഷിന്നുവിൻ്റെ പേരൻസ് വരും. അവിടെ ഷിന്നുവിൻ്റെ അമ്മ പറയും, നിന്നെ അവൻ ഉപദ്രവിച്ചല്ലേ, എന്തായിരുന്നാലും നീ ഇനി ഒന്നും ആലോചിച്ച് പേടിക്കണ്ട, അവനെ പോലീസ് പിടിച്ചിട്ടുണ്ട്, ഇനി നിന്നെ ഉപദ്രവിക്കാൻ ആരും വരത്തില്ല, വേഗം തന്നെ നീ ഓക്കെ ആയിട്ട് വരണം, എന്നാൽ മാത്രമേ എൻ്റെ ഷിന്നുവിനെ നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തോളം എന്ന് പറഞ്ഞിട്ട് അവളെ നല്ലതുപോലെ എൻകറേജ് ചെയ്യും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോയ്ക്ക് നല്ല സന്തോഷമാകും. ഇവിടെയായിട്ട് നമ്മുടെ ഷിന്നുവിൻ്റെ അച്ഛനും വന്നിട്ടുണ്ട്. എന്നാൽ അയാൾ പറയും, നിന്നെയാണെങ്കിൽ ഞാൻ കാണാൻ വന്നതിൻ്റെ റീസൺ നീ എൻ്റെ മരുമോളാവാൻ പോകുന്നു എന്നുള്ള കൺസിഡറേഷൻ വെച്ചിട്ടൊന്നും അല്ല, നീ ഒരു മനുഷ്യനാണല്ലോ, നിന്നെ വന്നൊന്ന് കാണണ്ടേന്ന് വെച്ചിട്ടാണ്, എന്നും പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ മാരേജിന് അപ്രൂവ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിന്നുവിൻ്റെ അമ്മ ചോദിക്കും, നിങ്ങൾ എന്തുവാ ഈ പറയുന്നത്, നിങ്ങൾക്ക് എന്താ അതങ്ങ് അപ്രൂവ് ചെയ്ത് കൊടുത്താൽ? അപ്പോൾ നമ്മുടെ ഷിന്നു പറയും, എനിക്ക് തോന്നുന്നില്ല അച്ഛൻ്റെ അപ്രൂവൽ എനിക്കിനി ആവശ്യമുണ്ട് എന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ആ ഗ്രാൻഡ്മ വിളിച്ചായിരുന്നു, അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പെൺകുഞ്ഞാ ജനിക്കാൻ പോകുന്നേ എന്നാ. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിന്നുവിൻ്റെ അമ്മയും അച്ഛനും നല്ലതുപോലെ ഷോക്കാവും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോ ചോദിക്കും, നിൻ്റെ അടുത്ത് ഇത് പറയാൻ വേണ്ടിയിട്ടാണോ ആ മുത്തശ്ശിയെ അന്ന് വിളിച്ചത്? അപ്പോൾ നമ്മുടെ ഷിന്നു പറയും, അതെ, നമുക്ക് ഉടനെ തന്നെ ഒരു കുഞ്ഞ് ജനിക്കുവെന്ന ആ മുത്തശ്ശി പറഞ്ഞത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിന്നുവിൻ്റെ അച്ഛൻ ചോദിക്കും, ഇവിടം വരെ ആയോ, നിങ്ങൾ ഈ കുഞ്ഞിനെ ഇനി എന്തോ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ നമ്മുടെ ഷിന്നുവിൻ്റെ അമ്മ പറയും, നിങ്ങൾക്ക് അല്ലേലും ഭയങ്കര ആഗ്രഹമല്ലായിരുന്നു ഇവർ കല്യാണം കഴിക്കുന്നതിന് മുന്നേ നമ്മുടെ ഷിന്നുവിന് ഒരു കുഞ്ഞു വേണോ എന്ന്, ഇപ്പോൾ അവൻ അതല്ലേ സാധിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഷിന്നുവിൻ്റെ അച്ഛൻ പറയും, അതൊക്കെ ഞാൻ അന്ന് ചുമ്മാ പറഞ്ഞതല്ലേ, ഇതൊക്കെ സാധിക്കുമെന്ന് ഞാൻ അറിഞ്ഞോ, നിങ്ങൾ ഇതിനെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമ്മുടെ ഷിന്നുവിൻ്റെ അടുത്തും ജോയുടെ അടുത്തും ചോദിക്കും. അപ്പോൾ ജോ പറയും, അത് ഞാൻ മാനേജ് ചെയ്തോളാം, ഞാൻ അതിനെ നല്ലതുപോലെ കെയർ ചെയ്തോളാം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജോയ്ക്ക് വേണ്ടിയിട്ട് ഷിന്നു നല്ലതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ജോ ഇരുന്ന് കഴിക്കുക. സത്യം പറഞ്ഞാൽ ഷിന്നു നല്ല കിടിലമായിട്ടാണ് ഫുഡ് വെച്ചത്. അപ്പോഴാണെങ്കിൽ ജോ പറയും, നിൻ്റെ ഫുഡിന് എന്തൊരു ടേസ്റ്റാ എന്ന്. അപ്പോൾ നമ്മുടെ ഷിന്നുവളെ പറഞ്ഞ് മനസ്സിലാക്കും, ഫുഡ് വെക്കാന്നൊക്കെ പറയുന്ന അതൊക്കെ പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ, നമ്മൾ കുറച്ച് ശ്രദ്ധ മാത്രം അതിൽ കൊടുത്താൽ മതി. എന്നിട്ട് അവൻ പറയും, എനിക്കാണെങ്കിൽ എന്തായിരുന്നാലും എൻ്റെ അച്ഛൻ്റെ കേസ് എടുത്ത് വാദിക്കണം, പക്ഷേ ഞാനാണെങ്കിൽ ഹോഞ്ചു സിറ്റിയിൽ വർക്ക് ചെയ്യുന്നിടത്തോളം എനിക്ക് ആ കേസ് വാദിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ജോ പറയും, നീ അവിടെ നിന്ന് റിസൈൻ ചെയ്യണം, എന്നിട്ട് നീ സ്വന്തമായിട്ട് കേസ് എടുത്ത് വാദിക്കണം എന്ന്. എന്നിട്ട് നമ്മുടെ ഷിന്നു ആണെങ്കിൽ അവളുടെ അടുത്ത് പറയും, നീ വേഗം തന്നെ ഓക്കെ ആവണം, എന്നാൽ മാത്രമേ എനിക്ക് നിൻ്റെ കൂടെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഓരോരോ ആംഗ്യങ്ങളൊക്കെ കാണിക്കും. അതായത് ഇവളുടെ കൂടെ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതിനെ പറ്റിയൊക്കെ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിന്നു ആണെങ്കിൽ ഇല്ല കൊച്ചു ചെറുക്കനില്ലേ അവനുമായിട്ട് കളിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ജോയ് ആണെങ്കിൽ ആ അപ്പൂപ്പനുമായിട്ടിരുന്ന് സംസാരിക്കും. അതായത് ഇവളെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള പ്ലാനിൽ ഇങ്ങേരും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ അപ്പൂപ്പനാണെങ്കിൽ നമ്മുടെ ജോയുടെ അടുത്ത് സോറിയൊക്കെ പറയും. എന്നിട്ട് പറയും, ഞാനാണെങ്കിൽ ആ ഗാർഡനറിൻ്റെ വലയിൽ വീണു പോയതാ എന്ന്. എന്നിട്ട് ആ അപ്പൂപ്പൻ പറയും, എനിക്കാണെങ്കിൽ ആദ്യമേ തൊട്ടേ സത്യം അറിയാമായിരുന്നു, എന്നാൽ ഞാൻ ആ സത്യമെല്ലാം മറച്ച് പിടിച്ചിട്ട് ഇവനെയാണെങ്കിൽ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാ, എന്നെയാണെങ്കിൽ അവൻ ബ്ലാക്ക് മെയിലും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഈ അപ്പൂപ്പൻ പറയും. അപ്പോൾ നമ്മുടെ ജോ പറയും, എന്തൊക്കെയായിരുന്നാലും അവനിപ്പോൾ ജയിലിലായല്ലോ, അവനെ നമ്മൾ പിടിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അവൻ ഇപ്പോഴും എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് നടന്നേനെ, ഇപ്പോൾ നമുക്ക് മനസ്സമാധാനമുണ്ട്. അപ്പോൾ അപ്പൂപ്പൻ പറയും, എനിക്കിതെല്ലാം പോലീസിൽ വന്ന് പറയണമെന്നുണ്ട്, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചെറുമോൻ്റെ കാര്യം എന്താവുമെന്ന് എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ അത് കേൾക്കുന്നേ നമ്മുടെ ജോയാണെങ്കിൽ അവനെ ഒന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോയുടെ ഓഫീസില്ലേ അവിടെയാണ്. ഇപ്പോഴാണെങ്കിൽ പുതുതായിട്ട് ഒരു വാർത്തയാണെങ്കിൽ നല്ലതുപോലെ ഇൻ്റർനെറ്റിൽ പരക്കുമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനയും അതേപോലെ തന്നെ ജോയും കൂടി സംസാരിച്ച വീഡിയോ ക്ലിപ്പ്. അതിനകത്ത് നമ്മുടെ യൂന പറയുന്നുണ്ട്, അതെ, ഞാൻ എൻ്റെ പവേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഷിന്നുവിന് ഇപ്പം നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾക്ക് എല്ലാം റീസൺ എന്ന്. അതേപോലെ തന്നെ അവളാണെങ്കിൽ അവിടെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളുടെ ജോയ് ആണെങ്കിൽ നിരപരാധിയാണ്, അവളാണെങ്കിൽ ഇത്രയും നാൾ നമ്മുടെ യൂനേനെ ഉപദ്രവിക്കുന്ന രീതിയിലൊന്നും ചെയ്തിട്ടില്ല എന്ന്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ജോയുടെ കൊളീഗ്സില്ലേ അവരെല്ലാവരും ഭയങ്കര ഷോക്കായിപ്പോവും. അപ്പോൾ അവർക്ക് മനസ്സിലാവും, അതായത് യൂനയാണെങ്കിൽ ഓരോരോ പരിപാടികളൊക്കെ ഒപ്പിച്ച് വെച്ചത് മേയറിൻ്റെ ആ ഒരു പവർ യൂസ് ചെയ്തിട്ടായിരുന്നു. അതേപോലെ തന്നെ അവിടേക്ക് നമ്മുടെ ജോ വരും. ജോയിനെ കാണുന്നതും എല്ലാവരും പറയും, നീ എന്തുമാത്രം കഷ്ടപ്പാട് ഇപ്പം സഹിച്ച് കാണും, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജോയ് ആണെങ്കിൽ ആ വീഡിയോ കാണും. പെട്ടെന്ന് നമ്മുടെ ജോയ്ക്ക് മനസ്സിലാവും, അതായത് ഇതാരാ ചെയ്തതെന്ന്. അതായത് നമ്മളുടെ ജോയും അതേപോലെ തന്നെ യൂനെ മീറ്റ് ചെയ്തപ്പോൾ ഒരാൾ അവിടെ വന്നിട്ടില്ലായിരുന്നോ, അവൻ തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. അവനാണെങ്കിൽ നമ്മുടെ ജോയിനെ വിളിക്കും. എന്നിട്ട് പറയും, എനിക്ക് നിൻ്റെ അടുത്ത് ക്ഷമ ചോദിക്കണമെന്നുണ്ട്, ഞാൻ ക്ഷമ ചോദിക്കുന്നതിന് പകരമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ പബ്ലിഷ് ചെയ്തത്, ഇത് തന്നെ ധാരാളമായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും. അപ്പോൾ നമ്മുടെ ജോയ് ആണെങ്കിൽ അവൻ്റെ അടുത്ത് പറയും, ഞാൻ നിൻ്റെ അടുത്ത് ഒരിക്കലും താങ്ക് യു ഒന്നും പറയത്തില്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ചെയ്ത തെറ്റിന് ഉള്ള ഒരു പ്രതിഫലമായിട്ട് മാത്രമേ ഞാൻ ഇത് കാണത്തുള്ളൂ എന്നവൾ പറഞ്ഞിട്ട് അങ്ങ് ഫോൺ കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഷിന്നു ആണെങ്കിൽ മേയറിൻ്റെ അടുത്ത് വന്നിട്ട് റെസിഗ്നേഷൻ കൊടുക്കുന്നതാണ്. മേയർ ആണെങ്കിൽ പറയും, ഞാൻ ഈ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന്. അപ്പം
നമ്മുടെ ഷിന്യു പറയും നിങ്ങൾക്ക് എന്നെ ഇവിടെ മനഃപൂർവ്വം പിടിച്ചു നിർത്താനൊന്നും പറ്റത്തില്ല, ഞാൻ വേണമെങ്കിൽ 1 മാസം കൂടി വെയിറ്റ് ചെയ്യാം, ആ 1 മാസത്തിനുള്ളിലായിട്ട് നിങ്ങൾ വേറെ ലീഗൽ അഡ്വൈസറിനെ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മേയർ പറയും നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ലതുപോലെ അറിയാം നീ ഞങ്ങൾക്കെതിരെ തിരിയുമെന്ന്. അപ്പോൾ നമ്മുടെ ഷിന്യു പറയും പിന്നെ ഞാൻ അങ്ങനെയല്ലേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകാനൊരുങ്ങും. പെട്ടെന്ന് തന്നെ മേയർ ആണെങ്കിൽ അയാളുടെ ദേഷ്യം മൊത്തം നമ്മുടെ ഷിന്യുവിൻ്റെ അടുത്തെടുക്കും. പെട്ടെന്ന് തന്നെ ഷിന്യു പറയും നിങ്ങൾ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല, ആദ്യമേ നിങ്ങളുടെ മോളെ അടുത്ത് പോയി സംസാരിക്കുക, അവളെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ ലീക്ക് ആയിട്ടുണ്ട് എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ മേയറിനൊന്നും മനസ്സിലാവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഈ യൂനയിലെ അവളെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആ മറ്റേ ലീ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഷിന്യുവിൻ്റെ ആ ശത്രു, അവനെ കാണാൻ വേണ്ടിയിട്ട് പോവുക. അക്കൂട്ടത്തിലായിട്ട് മേയർ അവളെ വിളിക്കും, എന്നാൽ ഇവൾ ഫോൺ അറ്റൻഡ് ചെയ്യത്തില്ല. എന്നിട്ട് അവളാണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് നമ്മുടെ ഷിന്യുവിൻ്റെ ശത്രുവിനെ കാണും. എന്നിട്ട് അവളുടെ അടുത്ത് ചോദിക്കും നീ എന്താ നിൻ്റെ വീടിൻ്റെ പാസ്വേഡ് മാറ്റിയോ എന്ന്. അപ്പോൾ അവൻ പറയും അതെ ഞാൻ മാറ്റി, എന്താ ഇപ്പോൾ. അപ്പോൾ നമ്മുടെ യൂനയാണെങ്കിൽ പറയും അല്ല ഞാനാണെങ്കിൽ അവിടെ വരാനായിട്ട് നോക്കിയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ ഒളിച്ചും പാത്തും കാണേണ്ട കാര്യമില്ലല്ലോ, ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ നമ്മുടെ ഷിന്നുവിൻ്റെ ശത്രു പറയും അല്ല ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്കല്ലേലും ഇങ്ങനെ ബുള്ളി ചെയ്യുന്നൊരു പെണ്ണിനെ ഒട്ടും ഇഷ്ടമല്ല. ഇത് കേൾക്കുന്നത് നമ്മുടെ യൂനയ്ക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ നമ്മളുടെ ഈ ലീ പറയും അതായത് ഞാനാണെങ്കിൽ നിൻ്റെ അടുത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒക്കെ കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഷിന്നുവിൻ്റെ ഗേൾ ഫ്രണ്ട് ആയതുകൊണ്ടാണ്, ഇപ്പോൾ നീ ഷിന്നുവിൻ്റെ ഗേൾ ഫ്രണ്ട് അല്ലല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് നിൻ്റെ അടുത്ത് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂനി അങ്ങ് ഭയങ്കര ഷോക്കായി പോവും. അതേപോലെ തന്നെ അവളാണെങ്കിൽ ആ വീഡിയോ എന്തുവാണെന്ന് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ അവൾക്ക് മനസ്സിലാവും അതായത് നേരത്തെ അവർ ആ ഒരു ഗെറ്റ് ടുഗദർ വെച്ചില്ലേ അവിടെ നടന്ന ആ സംഭവമാണ് ഇപ്പോൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നേ എന്ന്. അതേപോലെ തന്നെ ആ വീഡിയോ എടുത്തവനെ അവൾ വിളിക്കാൻ വേണ്ടി നോക്കും, എന്നാൽ അവൻ ഫോൺ എടുക്കത്തില്ല. അതേസമയം തന്നെ നമ്മുടെ മേയർ അവളെ വിളിക്കും. ഇവളാണെങ്കിൽ ഇവളുടെ ഫ്രസ്ട്രേഷൻ മൊത്തവും ആ മേയറിൻ്റെ അടുത്താണ് തീർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിന്നു ആണെങ്കിൽ ഓഫീസിൽ നിൽക്കുന്നതും നമ്മളുടെ ജോ ഓഫീസിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. അവളാണെങ്കിൽ അവനെ കോൾ ചെയ്യും, എന്നിട്ട് പറയും ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുക എന്ന്. അപ്പോൾ ഷിന്നു ചോദിക്കും അപ്പോൾ എൻ്റെ കാര്യം എങ്ങനെയാ. അപ്പോൾ നമ്മുടെ ജോ പറയും അതിന് ഇനിയും ടൈം ഉണ്ടല്ലോ, ഞാൻ നിന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ട് അവൾ പുറത്ത് നിന്നിട്ട് ഷിന്നുവിൻ്റെ അടുത്ത് ഹേർട്ടിൻ്റെ ചിഹ്നം കാണിക്കും. അപ്പോൾ നമ്മുടെ ഷിന്നു ആണെങ്കിൽ അങ്ങ് മുകളിലത്തെ നിലയിൽ ജനലിൽ കൂടി നോക്കുവാണ്. അങ്ങനെ നമ്മുടെ ഷിന്നുവും അവളുടെ അടുത്ത് ഐ ലവ് യു പറയും. അതേസമയം തന്നെ അവിടേക്ക് നമ്മുടെ വണ്ണ് കയറി വരും. എന്നിട്ട് അവൻ പറയും ഇനിയെങ്കിലും ഒന്നത് നിർത്തുവോ. അപ്പോൾ നമ്മുടെ ഷിന്നു ആണെങ്കിൽ പറയും ഞാൻ എന്തായിരുന്നാലും റിസൈൻ ചെയ്ത് പോകാൻ പോകുക, അപ്പോൾ നമുക്കിനി കോർട്ടിൽ കാണാമെന്ന്. സത്യം പറഞ്ഞ് ഇവിടെയായിട്ട് നമ്മളുടെ ആ വണ്ണുണ്ടല്ലോ ഷിന്നുവിന് ഒരു പെൻ ഡ്രൈവ് കൊടുക്കും. എന്നിട്ട് പറയും ഇതിനകത്ത് എൻ്റെയും ലീയുടെയും സംഭാഷണമുണ്ട്, നീ ഇത് വെച്ചോ എന്ന്. എത്രയൊക്കെ പറഞ്ഞാലും അവൻ എനിക്ക് എത്രയൊക്കെ പണം തന്നാലും എനിക്ക് അത്രയും അങ്ങ് തരം താഴ്ന്ന് പോകാൻ പറ്റത്തില്ലല്ലോ, അതിൻ്റെ ആ ഒരു പേരിലാണ് ഞാൻ നിനക്കിപ്പോൾ ഇത് തരുന്നതെന്നും പറഞ്ഞിട്ട് അവനത് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജോയാണെങ്കിൽ വീട്ടിലോട്ട് വരുന്നേ. അവളെ കാണാൻ വേണ്ടിയിട്ട് അവിടെ യൂന വന്നിട്ടുണ്ടായിരുന്നു. അവളാണെങ്കിൽ നമ്മുടെ ജോയിനെ പിടിച്ചിർത്തിയിട്ട് ചോദിക്കും നിനക്ക് എങ്ങനെ ഇത്രയും തരം താഴാൻ പറ്റുന്നത്, നീ പറഞ്ഞിട്ട് തന്നെ അല്ലേ അവനാണെങ്കിൽ ആ വീഡിയോ പബ്ലിഷ് ചെയ്തത്, നീ എന്നെ മനഃപൂർവ്വം ദേഷ്യം പിടിപ്പിക്കുമായിരുന്നില്ലേ. അപ്പം നമ്മുടെ ജോ പറയും അതെ ഞാൻ നിന്നെ മനഃപൂർവ്വം ദേഷ്യം പിടിപ്പിക്കുക തന്നെയായിരുന്നു, എന്നാൽ ഇത് വീഡിയോ ആയിട്ട് പുറത്തേക്ക് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറയും. ഇത് കേൾക്കുന്ന യൂന ചോദിക്കും അല്ല നീയല്ലേ എൻ്റെ ബോയ് ഫ്രണ്ടിനെ തട്ടിയെടുത്തത്, നീ ഇത്രയ്ക്ക് മോശപ്പെട്ടവളായിരുന്നോ, എന്നാലും നീ എന്തിനാ എൻ്റെ ലൈഫ് ഇങ്ങനെ തകർക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ജോ പറയും നീ വിശ്വസിച്ചാലും ഇല്ലേലും ഞാനൊരു കാര്യം പറയാം, ഞങ്ങൾ കഴിഞ്ഞ ജന്മത്തിലെ ഒരുമിച്ചവരാണ്, അതുകൊണ്ട് തന്നെ നിനക്കാണെങ്കിൽ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും. ഇത് കേൾക്കുന്നത് നമ്മുടെ യൂനിക്ക് ഭയങ്കര ദേഷ്യം വരും. അവളാണെങ്കിൽ നമ്മുടെ ജോയുടെ കഴുത്തിനായിട്ട് കയറി പിടിക്കും. അപ്പോൾ നമ്മുടെ ജോ ചോദിക്കും നിനക്കിനിപ്പോൾ അടുത്തേയും വീഡിയോ ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം, ഇവിടെയാണെങ്കിൽ CCTV ക്യാമറയുണ്ട്, അതിനകത്ത് എല്ലാം നല്ല വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇത് കേൾക്കുന്നത് നമ്മുടെ യൂനയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് പിന്മാറി പോകാനായിട്ട് ഇറങ്ങും. അപ്പോൾ അവിടെയായിട്ട് കറക്റ്റ് പോലീസ് വരും. എന്നിട്ട് അവരാണെങ്കിൽ നമ്മുടെ യൂനെ അറസ്റ്റ് ചെയ്യും. നമ്മുടെ ജോയ്ക്ക് മനസ്സിലാവത്തില്ല ഇവളെന്തിനാ അറസ്റ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ പോലീസുകാർ പറയും അതായത് ആ ഗാർഡനറിൻ്റെ കൂടെ ചേർന്നിട്ട് നിന്നെ തകർക്കാൻ വേണ്ടിയിട്ട് നോക്കിയാൽ ഇവളും പങ്കാളിയായെന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ജോ ഭയങ്കര ഷോക്കായി പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇക്കാര്യം ഇതുവരെ അറിയത്തില്ലായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ മേയറിനെയും അതേപോലെ മറ്റേ ആ ലീയിലെ ഇവർ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഇല്ലീഗലായിട്ടുള്ള രീതിയിൽ ആ ഒരു കോൺട്രാക്റ്റിനെ നല്ലതുപോലെ തിരുത്തിയായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ മേയർ പണവും വാങ്ങിയിട്ടുണ്ട്. അതേപോലെ ഈ കേസൊക്കെ അവിടെ കോടതിയിൽ വാദിക്കും. നമ്മുടെ വണ്ണാണെങ്കിൽ ഇപ്പോൾ വിക്ടിമിനെ പോലാണ് അവിടെ ഇരിക്കുന്നത്. ഇവൻ്റെ വക്കീൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിന്യു ആണ്. സത്യം പറഞ്ഞാൽ വണ്ണിനെ അറിയായിരുന്നു ഇതങ്ങനെ പുറംലോകം അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ കേസാവുമെന്ന്. അതുകൊണ്ട് അതിൻ്റെ തെളിവിന് വേണ്ടിയിട്ട് തന്നെ ഇവൻ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെച്ചത്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോയും അതേപോലെ തന്നെ വണ്ണും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ്. അവിടെയാണെങ്കിൽ വണ്ണിനിപ്പോൾ ഒരുപാട് ഓഫേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എന്നാലും അവൻ അതൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മുടെ ജോ ചോദിക്കും ഇനി മൗണ്ട് ഒജുവിൻ്റെ കേസ് ആരായിരിക്കും ഏറ്റെടുക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ വണ്ണ് പറയും അതിന് ഷിന്നു തന്നെയായിരിക്കും നോക്കി നടത്താൻ പോകുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ
നമ്മുടെ ജോയിയുടെ ആ കൊളീഗ്സില്ലേ അവരെല്ലാവരും ഇപ്പോൾ നല്ല ഹാപ്പി ആയിട്ടിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നതാണ്. ഇപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയായിരുന്നല്ലോ. അവരാണെങ്കിൽ നമ്മുടെ ഒരു ജോലിയെടുത്ത് പോവുകയും ഇനി നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്തോ, നീ കല്യാണം കഴിക്കാൻ പോവുകയാണോ? അപ്പം നമ്മുടെ ജോ പറയും അതെ, അങ്ങനെയൊക്കെയുള്ള ഓരോരോ പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ട് എന്ന്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ജോയിയുടെ ആ കൊളീഗ്സ് ആണെങ്കിൽ സൂപ്പർവൈസറിനെയും അതേപോലെ തന്നെ മാനേജർ ലേഡീനെ നോക്കിയിട്ട് പറയും നിങ്ങളും വേഗം തന്നെ കല്യാണം കഴിക്കണം, സമയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാന്ന്. അപ്പോൾ അവർ പറയും ഓക്കെ, ഞങ്ങൾ അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കട്ടെ എന്ന്. അത് കഴിഞ്ഞിട്ട് അടുത്ത സീനി കാണിക്കുന്ന നമ്മുടെ ഈ സൂപ്പർവൈസറിനെയും അതേപോലെ തന്നെ മാനേജർ ലേഡിയിലെ ഇവരുടെ രണ്ടുപേരെയും കല്യാണമാണ്. അതാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് തന്നെ നടത്തും. അവിടെയായിട്ട് ഇവരുടെ മാരേജ് കഴിയുന്നതും ഇവരാണെങ്കിൽ ബൊക്കെ എടുത്ത് വലിച്ചെറിയും. അത് കറക്റ്റായിട്ട് പിടിക്കുന്നത് നമ്മളുടെ ഷിന്യു തന്നെ. ഷിന്യു ആണെങ്കിൽ ആ ബൊക്കെ എടുത്ത് നമ്മളുടെ ജോയിക്ക് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ജോയും അതേപോലെ തന്നെ ഷിന്യു കൂടി ചേർന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഇവരിപ്പോൾ ഒരു ഗാർഡനിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജോയാണെങ്കിൽ പറയും, അതായത് വണ്ണിനാണെങ്കിൽ ഇപ്പോൾ ട്രാൻസ്ഫർ കിട്ടി, അവനല്ലേലും ഈ സിറ്റിയിൽ നിന്നു എന്നും പറഞ്ഞിട്ട് നല്ല സാലറി ഒന്നും ഇല്ലായിരുന്നു, അവനതുകൊണ്ട് പുറത്തോട്ട് പോയി അവനിപ്പോൾ നല്ല സക്സസ്ഫുൾ ആകും എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ഷിഞ്ഞുനാണെങ്കിൽ ഭയങ്കരമായിട്ട് ജലസാവും. അവൻ പറയും നീ ഇങ്ങനെ അവനെ പറ്റി ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കിത് കേട്ടിട്ട് അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, പോരാത്തനി ഇനി നിൻ്റെ വീട്ടിൽ ഏതെങ്കിലും അയൽവാസി വന്നാൽ ഞാൻ അവനെ അവിടെ നിർത്തത്തൂല്ല എന്നൊക്കെ നമ്മുടെ ഷിഞ്ഞു പറയും. ഇത് കേൾക്കുന്നത് നമ്മുടെ ജോയ്ക്ക് ഭയങ്കര ചിരി വരും. അവൾ പറയും എനിക്കിതൊക്കെ കേട്ടിട്ട് നല്ല സന്തോഷമുണ്ട് എന്ന്. അതേപോലെ തന്നെ നമ്മുടെ ജോയ് ആണെങ്കിൽ ഷിഞ്ഞുവിന് വേണ്ടിയിട്ട് കോട്ടൺ ക്യാൻഡി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകും. അവിടെ ഷിഞ്ഞു ആണെങ്കിൽ ഒരു ബെഞ്ചിലായിട്ടിരിക്കുമായിരുന്നു. 2 വയസ്സായ കപ്പിൾ നടന്നു പോകുന്ന കാണുന്നതും ഇവനാണെങ്കിൽ ഇവനെയും ജോയിനെയും അതേപോലെ ഇമാജിൻ ചെയ്യും. നമ്മുടെ ജോയ് ആണെങ്കിൽ കോട്ടൺ ക്യാൻഡിയൊക്കെ വാങ്ങിച്ചിട്ട് വരും. എന്നിട്ട് 2 പേരുടെ കപ്പിൾസ് എങ്ങനെയാണോ കഴിക്കുന്നത് അതേപോലെ ഒരുമിച്ച് ആ ക്യാൻഡി കഴിക്കും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിനുവിൻ്റെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ, അവനാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ വക്കീൽ ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇപ്പോൾ ആക്ടിങ്ങിലോട്ട് തിരിഞ്ഞേക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഷിനുവിൻ്റെ അമ്മയും ആക്ടിങ്ങിലോട്ട് തന്നെയാണ് തിരിഞ്ഞേക്കുന്നത്. ഇവർ രണ്ടുപേരും നല്ല കിടിലമായിട്ടാണ് കേട്ടോ അഭിനയിക്കുന്നത്. 2 പേരും അങ്ങനെ ഒരു ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നതും പെട്ടെന്ന് തന്നെ ബ്രേക്ക് ആവും. അവിടെയായിട്ട് ഡയറക്ടർ പറയും നിങ്ങളുടെ ഒരു ഫാൻ ആണെങ്കിൽ അവിടെ ഐസ്ക്രീം വിൽക്കുന്നുണ്ട് എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ഷിനുവിൻ്റെ അമ്മയ്ക്ക് മനസ്സിലാവത്തില്ല അത് ആരാ എന്ന്. പെട്ടെന്ന് തന്നെ അവർ വന്ന് നോക്കുമ്പോൾ എന്തോ അതവരുടെ ഹസ്ബൻഡാണ്. അയാളാണെങ്കിൽ പറയും ഞാനാ നിൻ്റെ ഏറ്റവും വലിയ ഫാൻ, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തില്ലേ പിന്നെ ആര് സപ്പോർട്ട് ചെയ്യാനാ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ എല്ലാവർക്കും ഐസ്ക്രീം കൊടുക്കും. ഇത് കാണുന്ന ഷിനുവിൻ്റെ അമ്മയ്ക്ക് നല്ല സന്തോഷം. സത്യം പറഞ്ഞാൽ ഷിനുവിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ഭയങ്കര ഷോക്കായി പോയിരുന്നു. അവൻ ചോദിക്കും നിങ്ങൾ നിങ്ങളുടെ ജോലിയും കളഞ്ഞിട്ട് ഇവിടെ ഇതിന് വേണ്ടിയിട്ട് വന്നോ എന്ന്. അത് സത്യത്തിൽ ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും നല്ലതുപോലെ സോൾവ് ആയിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസാണെങ്കിൽ അപ്പൂപ്പിനെ പിടിച്ചിരുത്തി നല്ലതുപോലെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ആ ഗാർഡനറിനെ കാണാം ഇപ്പോൾ ഇയാൾ നല്ലൊരു പ്രശ്നത്തിലാണ് പെട്ടേക്കുന്നത്. ഇയാളുടെ കേസാണെങ്കിൽ വാദിക്കാൻ വേണ്ടിയിട്ട് വരുന്ന വേറെ ആരുമല്ല നമ്മുടെ ഷിനു തന്നെയാണ്. അവനാണെങ്കിൽ ഈ അപ്പൂപ്പനെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ണാണെങ്കിൽ ജോയിലെടുത്ത് ബായി പറയാൻ വരുന്നതാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ട്രാൻസ്ഫറായി പോവുമല്ലായിരുന്നോ. അങ്ങനെ അവനാണെങ്കിൽ നമ്മുടെ ജോയിലെടുത്ത് ഓരോരോ കാര്യങ്ങളൊക്കെ പറയും. അവനാണെങ്കിൽ പറയും അതായത് നീ എന്തായിരുന്നാലും ഷിന്നുവിനെ സപ്പോർട്ട് ചെയ്തത് കാര്യമായി എന്ന്. എന്നിട്ട് അവൻ ചോദിക്കും ഷിന്നു തന്നെ ഇതുവരെ എപ്പോഴേലും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ ജോ പറയും ഇതുവരെ അവൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ വണ്ണിങ്ങനെ പറയും എന്തായിരുന്നാലും നീ ഒരു 6 മാസം വെയിറ്റ് ചെയ്യണം, 6 മാസത്തിനുള്ളിലും അവൻ നിന്നെ പ്രപ്പോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നീ എൻ്റെ കാര്യം ഒന്ന് കൺസിഡർ ചെയ്യണം. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമേ എടുത്ത ആ ഒരു തീരുമാനം ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഞാനാണെങ്കിൽ അന്നേ നിൻ്റെ അടുത്ത് യെസ് പറയേണ്ടതായിരുന്നു. അപ്പം നമ്മുടെ ജോ പറയും സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഈ ലവ് മാത്രമല്ല, അതിനകത്ത് വിധി എന്ന് പറയുന്നൊരു സംഭവം കൂടിയുണ്ട്. അതും കൂടി ഒരുമിച്ച് വന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ആളെ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റൂ. നിങ്ങളുടെ ലൈഫിലും അങ്ങനെ ഒരാൾ വരുമെന്ന് നമ്മുടെ ജോയാണെങ്കിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജോയാണെങ്കിൽ അവളുടെ കൊളീഗ്സിനെ വന്ന് കാണുന്നതാണ്. ഇപ്പോഴാണെങ്കിൽ അവൾക്കാണെങ്കിൽ അവരെ ഭയങ്കര കാര്യമാണ്. ജോയാണെങ്കിൽ പറയും ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിലായിട്ടൊരു പാർട്ടി വെക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ടേക്ക് വരുമോ എന്ന്. അപ്പോൾ ഈ കൊളീഗ്സ് ചോദിക്കും ഇപ്പോൾ വണ്ണ് അവിടെ ഇല്ലല്ലോ, അവൻ ട്രാൻസ്ഫർ ആയി പോയില്ലേ. അപ്പോൾ നമ്മുടെ ജോ പറയും അവനവിടെ ഇല്ലെങ്കിലും ഞാൻ നിങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക, നിങ്ങൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അതിനകത്ത് ഒരുത്തി പറയും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നിൻ്റെ അടുത്ത് നല്ല ജലസൊക്കെ ഉണ്ട്, എന്നാലും നീ നല്ലൊരു കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും നിൻ്റെ കൂടെ കൂട്ടുകൂടുന്നത് ഇഷ്ടമായെന്ന് പറയും. കൂടെ തന്നെ അവർ പറയും ഞങ്ങൾ നിൻ്റെ വീട്ടിൽ പാർട്ടിക്ക് വരാം, പക്ഷേ നീ ആണെങ്കിൽ ഷിന്നുവിൻ്റെ 2 ഫ്രണ്ട്സിനെ അവിടെ ഇൻവൈറ്റ് ചെയ്യണം. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോ പറയും പിന്നെന്താ ഞാൻ അങ്ങനെ ഉറപ്പായിട്ടും ചെയ്യുമെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജോ ആണെങ്കിൽ അവളുടെ വീട്ടിൽ ഇരുന്നിട്ട് ഷിന്നുവിനെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ അവൻ്റെ റിപ്ലൈ ഒന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ അവൾ ആലോചിക്കും ഇവൻ എവിടെ പോയി കിടക്കുക എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിന്നു വിളിച്ചിട്ട് പറയും നീ താഴോട്ട് ഇറങ്ങി വാ. അങ്ങനെ അവൾ താഴേക്ക് വരുന്നതും നമ്മുടെ ഷിന്നുവിൻ്റെ കാർ അവിടെ കിടക്കുമായിരുന്നു. അവൾ ആദ്യം വന്ന്
നോക്കുന്നേ പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിന്നു പുറകിൽ നിന്ന് വന്നിട്ട് ഇവളെ എങ്ങ് കെട്ടിപ്പിടിക്കും. എന്നിട്ട് പറയും ഞാൻ നിനക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് എന്ന്. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ജോ താമസിക്കുന്ന താഴത്തെ വീട് ഇപ്പോൾ വേക്കൻ്റ് ഇല്ലേ, അതാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഷിന്നു തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത്. അവനാണെങ്കിൽ നമ്മുടെ ജോയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു വീട് മൊത്തത്തിൽ വാങ്ങിച്ചെടുത്തേക്കുക. ഇത് കാണുന്നേ നമ്മളുടെ ജോ ഭയങ്കര ഷോക്കായിപ്പോൾ. അവൾ ചോദിക്കും നീ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ വീട് വാങ്ങിച്ചോ, എന്തിനാ വെറുതെ പൈസ കളഞ്ഞേ? അപ്പോൾ നമ്മുടെ ഷിന്നു ആണെങ്കിൽ പറയും എനിക്ക് എവിടെ പൈസ ചിലവാക്കാൻ തോന്നുന്നോ ഞാനിവിടെ പൈസ ചിലവാക്കും, നീ അതിനെപ്പറ്റി ആലോചിച്ച് വേറിയിടാവേണ്ട ഒരു കാര്യവും ഇല്ല എന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവരുടെ ആ ബെഡ്റൂം കാണിക്കും. എന്നിട്ട് അവൻ പറയും നമ്മൾ ഇനി മുതൽ ഇവിടെയാണ് കിടക്കാൻ പോകുന്നേ എന്ന്. എന്നിട്ട് പറയും നീ ആണെങ്കിൽ ഇവിടെയൊക്കെ വൃത്തിയാക്കണം. അപ്പോൾ നമ്മുടെ ജോ ചോദിക്കും ഞാനിപ്പോൾ ഇവിടുത്തെ വീട്ടുജോലിയെല്ലാം ചെയ്യണമെന്നാണോ നീ പറയുന്നത്? അപ്പോൾ നമ്മുടെ ഷിന്നു പറയും പിന്നില്ലാതെ നമ്മൾ രണ്ടുപേരും കൂടി എല്ലാ കാര്യങ്ങളും നല്ല പ്രോപ്പറായിട്ട് നോക്കി നടത്തും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോയാണെങ്കിൽ ഷിന്നുവിനെ ആ കട്ടിലായിട്ട് പിടിച്ച് കിടത്തിയിട്ട് അവൻ്റെ മുകളിലായിട്ട് കയറിയിരിക്കും. എന്നിട്ട് പറയും എനിക്കറിയാം നീ എന്നെ ഇവിടേക്ക് ഇപ്പം വിളിച്ച് വരുത്തിയത് എന്തിനാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിന്നുവിൻ്റെ ഇപ്പോഴത്തെ വീട്ടിലായിട്ട് മറ്റേ ആ മുത്തശ്ശിയില്ലേ, മുത്തശ്ശിയും അതേപോലെ തന്നെ നമ്മുടെ ഷിന്നുവിൻ്റെ പേരൻസും വരുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഷിന്നുവും ജോയും കൂടി ചേർന്നിട്ട് ഇവർക്ക് 3 പേർക്കും ഫുഡൊക്കെ ഉണ്ടായി കൊടുക്കും. സത്യം പറഞ്ഞാൽ ആ ഫുഡാണെങ്കിൽ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ആ മുത്തശ്ശി പറയും ഈ ഫുഡ് ഒട്ടും കൊള്ളത്തില്ല, നിങ്ങൾ ഫുഡ് ഉണ്ടായി കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കത്തില്ലേ? അപ്പോൾ നമ്മുടെ ഷിന്നു പറയും അല്ലേലും നിങ്ങൾ പറയുന്ന എല്ലാം കള്ളമാണ്, നിങ്ങൾ ആദ്യമേ എന്തോ പറഞ്ഞേ എനിക്കും ജോയ്ക്കും ഒരിക്കലും ഒന്നിക്കാൻ പറ്റത്തില്ല എന്ന്. എന്നിട്ടത് മാറിയേ. സത്യം പറഞ്ഞാൽ ഞാനും ജോയും കൂടി ചേർന്നിട്ട് ഇത് എത്രാമത്തെ തവണയാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നതെന്നറിയാവോ? അവൾ ഇതുവരെ പ്രഗ്നൻ്റ് അല്ല. അപ്പോൾ ഈ മുത്തശ്ശി ചോദിക്കും നിങ്ങൾ കല്യാണം കഴിക്കുന്നില്ലേ? അപ്പോൾ നമ്മുടെ ഷിന്നു പറയും അത് കുറച്ചുകൂടി ടൈം എടുത്തിട്ടേ ഞങ്ങൾ കല്യാണം കഴിക്കുന്നുള്ളൂ എന്ന്. എന്നിട്ട് അവൻ ചോദിക്കും നിങ്ങളപ്പോൾ കണ്ടത് തെറ്റാണെന്നല്ലേ പറയുന്നത്? അപ്പോൾ ആ മുത്തശ്ശി ഇരുന്ന് ആലോചിക്കും എന്നാലും ഞാൻ പറഞ്ഞത് തെറ്റാവാൻ ചാൻസ് ഇല്ലല്ലോ. പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിന്നുവിൻ്റെ അമ്മ കൈ പൊക്കിയിട്ട് പറയും അത് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന്. സത്യം പറഞ്ഞാൽ ഇതാണെങ്കിൽ അറിയുന്നതും എല്ലാവരും നല്ലതുപോലെ ചിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജോയാണെങ്കിൽ ഷിന്നുവിൻ്റെ അമ്മയെടുത്ത് പറയും നിങ്ങൾക്ക് നല്ല സുന്ദരിയായിട്ടുള്ളൊരു മോള് ജനിക്കുമോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിന്നുവും അതേപോലെ തന്നെ ജോയും കൂടി ഒരുപാട് ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നതാണ്. ഇവർ രണ്ടുപേരോട് ചേർന്നിട്ട് ആ മാന്ത്രിക ബുക്കില്ലേ അതാണെങ്കിൽ എവിടെ നിന്നാണോ കിട്ടിയത് അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് കുഴിച്ചു വയ്ക്കും. എന്നിട്ട് നമ്മുടെ ഷിന്നുവും ജോയും പറയും സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ ബുക്ക് കയ്യിൽ തന്നെ വെക്കേണ്ടതാണ്, എന്നാൽ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളാണോ ഉള്ളത് അതെല്ലാം സാധിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഈ ബുക്കിൻ്റെ ആവശ്യമില്ല, അതിവിടെ തന്നെ സേഫ് ആയിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ ബുക്കാണെങ്കിൽ അവിടെ തന്നെ കുഴിച്ചങ്ങ് വെക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഷിന്നു ആണെങ്കിൽ ജോയുമായിട്ട് ബീച്ചിലായിട്ട് വരുന്നതാണ്. എന്നിട്ട് അവനാണെങ്കിൽ ആ ബീച്ചിലായിട്ട് വെച്ചിട്ട് നമ്മളുടെ ജോയുടെ അച്ഛൻ്റെ അടുത്ത് പെർമിഷൻ ചോദിക്കും ഞാൻ നിങ്ങളുടെ മോളെ കല്യാണം കഴിച്ചോട്ടെ, ഞാൻ അവളെ പൊന്നു പോലെ നോക്കിക്കോളാം എന്ന്. എന്നിട്ട് അവളുടെ കയ്യിലായിട്ട് അവൻ റിങ് ഇട്ട് കൊടുക്കും. നമ്മുടെ ജോയാണെങ്കിൽ നല്ല ഇമോഷണൽ ആയിരുന്നു, അവളും നമ്മുടെ ഷിന്നുവിന് തിരിച്ച് റിങ് ഇട്ട് കൊടുക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ടിരിക്കും. രണ്ടുപേരും ഒരുപാട് ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നത് കാണിക്കും. സത്യം പറഞ്ഞാൽ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഈ സീരീസ് എൻഡ് ചെയ്യുന്നത്. എന്നാൽ ലാസ്റ്റ് പാർട്ടായിട്ട് ഒരു സീൻ കൂടി കാണിക്കും. അതായത് നമ്മുടെ ആ മാന്ത്രിക ബുക്കിൻ്റെ ആ ഒരു ബോക്സ് ഇല്ലേ അത് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്, അതാണെങ്കിൽ കുഴിയിൽ കൊണ്ട് വെച്ചേക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ ഷിന്നുവിൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ അതേ ആള് തന്നെയാണ്. അയാളാണെങ്കിൽ അതിനകത്ത് കേഴ്സ് ബുക്കില്ലേ അതും എടുത്ത് കൈ പിടിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതെന്തിനാ ഇവിടെ കാണിക്കുന്നതെന്ന് മനസ്സിലാവത്തില്ല. ഒരു പക്ഷേ ആ ബുക്ക് അവൻ തന്നെയായിരിക്കും ഇവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചത്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ലാസ്റ്റ് സീനിൽ കാണിക്കുന്നത്. അതോ ഇനി ഈ സീരീസിനൊരു സെക്കൻഡ് സീസൺ ഉണ്ടോ എന്നും അറിയത്തില്ല. എന്തായിരുന്നാലും ഈ സീരീസ് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.